ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ ഇൻട്രോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഓണമൊക്കെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സദ്യ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു ഓണസദ്യ തയ്യാറാക്കാം എന്നുള്ളൊരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ ലൈക്കും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് നല്ല വീഡിയോസ് ഇനിയും ഷെയർ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സദ്യ ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരെണ്ണം പോലും മിസ്സാവത്തുമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. സദ്യ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടുള്ള പണിയാണ് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യലെന്ന്. അപ്പോൾ നമ്മൾ അത് ഫസ്റ്റിലേ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കിച്ചടി പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് സദ്യയുടെ കായത്തിൻ്റെ പൗഡറാണ് കേട്ടോ. ഈസ്റ്റേണിൻ്റെ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കായം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അടുത്തതായിട്ട് മിൽമ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാമ്പാറിനുള്ള പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുന്ന ടൈമിൽ സവാളയൊക്കെ എടുക്കുമ്പം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അവിയലിനുള്ള വെജിറ്റബിൾസ് ഇതുപോലെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ശർക്കര വരട്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് പൈനാപ്പിളും ഇളവനും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 3.5 തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് കേട്ടോ ഈ തേങ്ങ ചിരകലെന്നും. അപ്പോൾ നമ്മളത് ഫസ്റ്റ് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് കടലയും വൻപയറും തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പേക്ക് പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൗഡറാണ്. നിങ്ങൾക്ക് ഏത് പൗഡർ വേണമെങ്കിലും എടുക്കാം. അതുപോലെ ഈസ്റ്റേണിൻ്റെ പാലട മിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ തോരൻ ആവശ്യമായിട്ടുള്ള പയറും ബീൻസും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സാമ്പാർ ഉണ്ടാക്കാൻ നമ്മൾ വേറെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ടുണ്ട്. അതുപോലെ ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചേനയും ബീട്രൂട്ടും പച്ചക്കായും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വറവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക്, സാമ്പാറിനുള്ള തുവരപ്പരിപ്പ്, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ശർക്കരയാണ് കേട്ടോ. ഇതൊരു 1/2 കിലോ ശർക്കര ഉണ്ടാവും. അടുത്തതായിട്ട് കുറച്ച് വെള്ളരി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് തൈരാണ്. നല്ല പുളിയൊന്നും വേണ്ട കേട്ടോ, ഒരു മീഡിയം പുളിയൊക്കെ ഉള്ള തൈര് എടുത്താൽ മതി. നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പം എപ്പോഴും അങ്ങനെയുള്ള തൈര് വേണം എടുക്കാൻ. പിന്നെ ഒരു 350 ഗ്രാം പുളി ഞാൻ ഇതുപോലെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ സദ്യക്ക് ആദ്യം തന്നെ കിച്ചടി തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് വെള്ളരിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒരൊറ്റ വിസിൽ നമുക്ക് ഈ വെള്ളരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒട്ടും തന്നെ കൂടി പോകരുത് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ഇതാ ഇത്രയും വെള്ളം മാത്രം മതി. വെള്ളരി വേവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 പിടി തേങ്ങ ചിരകിയതും 1.5 തവി തൈരും 2 പച്ചമുളകും ചേർത്ത് മിക്സിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു തേങ്ങ തൈരിലാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. പിന്നെ നമ്മൾ കിച്ചടി ഉണ്ടാക്കുമ്പം അത് വറവ് ചെയ്യത്തില്ല, അതിൻ്റെ മുകളിൽ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 1 ടീസ്പൂണ് കടുക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ കടുക് മിക്സിയിൽ ഇടരുത് കേട്ടോ, അപ്പോൾ നല്ലവണ്ണം അങ്ങ് പൊടിഞ്ഞു പോവും. കടുക് ഇതുപോലെ ചതച്ച് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളരിയൊക്കെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളരി അലിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വെള്ളരിയൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലുള്ള ആ ഒരു വെള്ളം മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടുകില്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാക്കിയ വെളിച്ചെണ്ണ ഒന്നുമല്ല, സാധാ വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അടുത്തതായിട്ട് ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തുവരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വേവുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ.
അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുമ്പം ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാറിൽ എക്സ്ട്രാ പുളിവെള്ളമൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്രയും വെള്ളം ചേർത്താൽ മതി. ഇനി നിങ്ങൾ സാമ്പാർ കായാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു പീസ് കായം കൂടെ ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെക്കുക. ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സാമ്പാർ പീസില്ലേ, ആ ഒരു പീസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ആ ഒരു പീസൊക്കെ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഒരു പാക്കറ്റ് സാമ്പാർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ പൗഡർ എപ്പോഴും ചേർക്കുമ്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കുക. അങ്ങനെ ആകുമ്പം ആ ഒരു പൊടി കട്ട പിടിക്കത്തില്ല കേട്ടോ. നമുക്ക് ഇപ്പോൾ ആ ഒരു പുളിവെള്ളത്തിൽ നമ്മുടെ വെജീസൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ സാമ്പാർ കായത്തിൻ്റെ ആ ഒരു പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 ടീസ്പൂൺ കായത്തിൻ്റെ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെജീസൊക്കെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വെജീസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. പലരും പല രീതിയിലായിരിക്കും സാമ്പാറൊക്കെ ഉണ്ടാക്കുക. അപ്പം ഞാനിവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ പീസൊന്നും ഉടയാത്ത രീതിയിൽ എങ്ങനെ സാമ്പാർ തയ്യാറാക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ സാമ്പാർ തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നല്ല നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കളയാട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്താലും നമ്മുടെ സാമ്പാർ റെഡി ആയി കിട്ടും. പിന്നെ ഇത് വറവ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് അവിയൽ റെഡിയാക്കി എടുക്കാം. നമുക്ക് സദ്യയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ അതിനായിട്ടുള്ള വെജീസൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് അടിച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ വെജീസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ നിങ്ങൾ ഇതിൽ വെള്ളമെല്ലാം കരഞ്ഞു പോവും അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെജീസൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ കരിഞ്ഞു പോവേ അങ്ങനെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇതിലിപ്പോഴും കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റിയും കൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് 2 പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക്, അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം, 1/4 ടീസ്പൂൺ തൈര്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റായി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഈ ഒരു വെജീസിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ പീസൊന്നും ഉടയാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ തേങ്ങ നമ്മുടെ വെജീസിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് 2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾ പുളിയുള്ള തൈരാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പൊക്കെ ചേർത്താൽ മതിയാവും. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. കാരണം നമ്മൾ വെജീസ് കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇതിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങയുടെ ആ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 2 ടീസ്പൂൺ ഉണ്ടാവും. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തൈര് ചേർത്തിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അതിനായിട്ട് ഒരു പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു നുള്ളു ഉപ്പും, 2 പച്ചമുളക് നെടുകെ കീറിയതും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പൈനാപ്പിൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പം ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഈ പൈനാപ്പിൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ വറ്റി കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 പിടി തേങ്ങ ചിരകിയതും, 1/4 ടീസ്പൂൺ കടുകും, 1/2 ടീസ്പൂൺ നല്ല ജീരകവും,
കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ പച്ചടി ഉണ്ടാക്കുമ്പം ഈ ഒരു പൈനാപ്പിളിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളരി വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബീട്രൂട്ട് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ കുക്കുംബറും പൈനാപ്പിളും മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതൊരു വെജിസ് എടുത്തിട്ടും നിങ്ങൾക്ക് പച്ചടി തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ പൈനാപ്പിളിൽ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ആ തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ ഒന്നൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഒരു 4 തവി തൈരും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തൈര് ചേർക്കുന്ന സമയത്ത് മൊത്തമായിട്ട് അങ്ങ് ചേർക്കരുത് കേട്ടോ. ആദ്യം 2 തവി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും പച്ചടിയുടെ ആ ഒരു പാകം അറിയാലോ. ആ ഒരു പാകം ആയിന്ന് കഴിഞ്ഞാൽ പിന്നെ തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ കുറച്ചുകൂടെ തൈരിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഇതിലോട്ട് 2 തവി തൈരും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. തൈര് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ പച്ചടി റെഡിയായി കിട്ടും. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓലനാണ്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു വൻപയറിനും പകുതിയോളം എടുത്തിട്ട് ഒരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇളവന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഇളവന് ചേർക്കുമ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ വെള്ളം ചേർക്കുമ്പം ഒരുപാട് വെള്ളം ഒന്നും ചേർക്കേണ്ട, കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ. ഏകദേശം ഇതാ ഈ ഒരു ലെവലിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നിങ്ങൾ കുക്കറിൽ ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റ് വിസിൽ നോക്കണം കേട്ടോ. 2 വിസിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. വിസിൽ കൂടാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പയറൊക്കെ അങ്ങ് പേസ്റ്റ് പോലെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് കുക്കായി വരുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കിതിലോട്ടുള്ള പാലെടുക്കാം കേട്ടോ. അതിനായിട്ട് 2.5 പിടി തേങ്ങ ചിരകിയതും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിൽ വെച്ച് അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും പാലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പയറും ഇളവനും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള ഉപ്പും കൂടെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 3 മിനിറ്റ് ഒക്കെ ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചു വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓലനും റെഡി ആയിട്ട്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. അതിനായിട്ട് നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കടല നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 വിസിലോണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കടല കുക്കായി കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കടല വേവിക്കുന്ന ആ ഒരു ടൈമിൽ വേറൊരു പാത്രത്തിൽ ഇതിൻ്റെ വെജീസ് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെജീസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ചേനയും പച്ചവാഴക്കയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊപ്പം വെള്ളരിയും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 വിസിലോണ്ട് തന്നെ നമുക്ക് ഈ വെജീസൊക്കെ നല്ല രീതിയിൽ കുക്കായി കിട്ടും. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് നല്ല രീതിയിൽ തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 8 വറ്റൽമുളകും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് ഒക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് റോസ്റ്റ് ആയി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ മെയിനായിട്ട് വരുന്ന ആ ഒരു പണിയാണ് ഈ തേങ്ങ റോസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ തേങ്ങ റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ടൈം പോയി കിട്ടും കേട്ടോ. അത് മാത്രമല്ല നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാനും പാടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ റോസ്റ്റ് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ.
അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്ക് അവസാനം ആ ഒരു കൂട്ടുകറിയിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ബാക്കി വരുന്നത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കടലയും അതുപോലെ പച്ചക്കായയും ചേനയും ഒക്കെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നമ്മുടെ പീസൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് 2 ടീസ്പൂൺ ശർക്കരയും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിതിൽ 1 പീസ് ശർക്കര ചേർക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചേർക്കുമ്പം 2 പീസ് തന്നെ ചേർക്കാം കേട്ടോ. ഞാനിത് മിക്സ് ചെയ്ത ശേഷം 1 പീസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരയൊക്കെ മെൽറ്റായി സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വൻപയർ ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മത്തന് വലിയ പീസായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു വിസിലിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ വിസിൽ വരുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വിസിലിൽ കൂടി പോവാന്നുണ്ടെങ്കിൽ നമ്മുടെ മത്തനൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തുടഞ്ഞു പോകും കേട്ടോ. പിന്നെ വെള്ളം ചേർക്കുന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു വിസിലിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. 2 പിടി തേങ്ങയും 4 ചുവന്നുള്ളിയും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു അരപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു വിസിലോണ്ട് തന്നെ നമ്മുടെ വൻപയറൊക്കെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് പായസമാണ്. അതിനായിട്ട് 1 കപ്പ് കിച്ചടി പരിപ്പ് നല്ല രീതിയിൽ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 6 പീസ് ശർക്കരയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. കറക്റ്റ് ഒരു വിസിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ നല്ല രീതിയിൽ മെൽറ്റായിട്ട് നമ്മുടെ പരിപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിതിലോട്ടുള്ള പാല് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ാം പാലും 1ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലോട്ട് ചേർക്കുന്നത് 2ാം പാലാണ്. 2ാം പാല് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പായസം നമുക്ക് നല്ലോണം അങ്ങ് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു 1ാം പാലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് കേട്ടോ. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായി വരുമ്പം 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ കുറച്ചുകൂടെ ഈസി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ പച്ചമുളക് കുറച്ചെടുക്കുക, പിന്നെ അതിൽ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുക്കുക, പിന്നെ ഏറ്റവും കൂടുതൽ ഇഞ്ചി എടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക, ഒന്ന് നെരിയിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി വരുന്ന ആ ഒരു ടൈമിൽ ഒരു പാത്രം നിറയെ പുളിവെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പെപ്പർ പൗഡർ ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ കുറച്ചധികം പുളിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുളിവെള്ളം കുറച്ചൊന്ന് വറ്റിയ ടൈമിലാണ് ഞാൻ ഇതിലോട്ട് 8 പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ മിക്സ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തോട്ട് ആവണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ പുളി ഉണ്ടാക്കുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളി ഉണ്ടാക്കുന്ന ടൈമിൽ ഒരുപാട് ടൈം അങ്ങനെ നമുക്ക് പോകട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പുളിയിഞ്ചിയുടെ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുളിയിഞ്ചി ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മെഴുക്ക് പുരട്ടിയാണ്. അതിനായിട്ട് ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണയും കടുകും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പയറും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ക്യാരറ്റും ബീൻസും തേങ്ങ ഒതുക്കിയതും ചേർത്ത് തോരനും റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മെഴുക്ക് പുരട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടപ്രഥമനാണ്. അതിനായിട്ട് 2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ഇവിടെ 1.5 ലിറ്റർ പാലാണ്. അപ്പോൾ പാൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈസ്റ്റേണിൻ്റെ പാലട മിക്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പാലട മിക്സ് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. നമ്മളെപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പാലടയൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ ആ ഒരു പാക്കറ്റിൽ എന്താണോ എഴുതിയത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പാലട റെഡി ആയി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാം ഒന്ന് വറവ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പാനിലോട്ട് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ നെയ്യ് എടുക്കുമ്പോൾ നല്ല നെയ്യ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/4 ഭാഗത്തോളം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പരിപ്പ് പായസം തയ്യാറാക്കിയില്ലേ, അതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ മുകളിലോട്ട് ആ ഒരു തേങ്ങയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചുവന്നമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചുവന്നമുളക് ഒന്ന് കളറ് മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൈനാപ്പിൾ പച്ചടിയിലും എരിശ്ശേരിയിലേക്കും കൂടെ രണ്ടിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സാമ്പാർ ഒന്ന് വറവ് ചെയ്തെടുക്കുക. അതിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ കുറച്ച് ചുവന്നമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നമുളക് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സാമ്പാറിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സദ്യ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ പരിപ്പ് പായസമാണ്. പിന്നെ കുറച്ച് ശർക്കര വരട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓലന്, പിന്നെ കൂട്ടുകറി, പൈനാപ്പിൾ പച്ചടി, പിന്നെ ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടി ഉണ്ട്. അതുപോലെ നല്ല പാലട പ്രഥമനുണ്ട്, അവിയലുണ്ട്, പിന്നെ വെള്ളരിക്ക കിച്ചടി ഉണ്ട്. അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള പുളിയിഞ്ചി ഉണ്ട്. അപ്പം നമ്മുടെ പുളിയിഞ്ചിയൊക്കെ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ പുളിയിഞ്ചിയൊക്കെ ചൂടാറി കഴിയുന്തോറും ഈ തിക്നെസ് കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇല ഇട്ടിട്ട് അതിലോട്ട് ഈ സദ്യ വിളമ്പാട്ടോ. നമ്മൾ സദ്യയൊക്കെ കഴിക്കുന്ന ടൈമിൽ ഇലയിൽ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. ഇലയിലൊക്കെ കഴിക്കുന്ന ടൈമിൽ നമ്മുടെ സദ്യക്ക് വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഒരു ഇലയിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അങ്ങനെ നമ്മുടെ ഇലയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചാൽ മാത്രം മതി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.